ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രചന സത്യങ്ങൾ അറിയുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് നാളത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. രചന ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. ആകാശ് അയാൾ എന്നെ ചതിക്കുമായിരുന്നു, അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമായിരുന്നു ഞാൻ, മതി, അയാളായിട്ടുള്ള എല്ലാ ബന്ധവും ഇന്നത്തോടെ ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ രചന അകത്തേക്ക് പോകുന്നുണ്ട്. ആകാശ് ആകാശ് എന്ന് വിളിക്കുന്നുണ്ട്. ആകാശ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ മൈ ഡാർലിംഗ്, എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. ഭയങ്കര ഹോട്ടായിട്ടിരിക്കുകയാണല്ലോ എന്ന് പറയുമ്പോഴേക്കോ, ഛി നിർത്ത്, തന്റെ സർവീസ് ഞാൻ അവസാനിപ്പിച്ചു. എന്തൊക്കെയാ രജനി പറഞ്ഞത്? നീ ഭയങ്കര ചൂടിലാണല്ലോ, എന്തു പറ്റി എന്ന് പറയുമ്പോഴേക്കും, എന്താ ആദ്യമായിട്ട് വഴക്കിട്ടോ? ആദ്യമായിട്ട് ഞാൻ വഴക്കിടാനോ? ഒരിക്കലും ഇല്ല. എന്റെ മോനെ എന്നെ ചതിക്കില്ല, പക്ഷെ നിങ്ങൾ എന്നെ ചതിക്കൂ. രചന, നീ എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ ചതിക്കുമെന്നോ? അതെ, എന്താ നിങ്ങൾ എന്നെ ചതിച്ചിട്ടില്ലേ? ഓരോരോ സെക്കൻഡും നിങ്ങൾ എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയല്ലേ? രചന, നീ എന്തൊക്കെയാ പറഞ്ഞത്? നീ തെറ്റിദ്ധാരണയുടെ പുറത്ത് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. ഒരിക്കലും ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല രചന എന്ന് പറയാണ്. ചതിച്ചിട്ടില്ല എല്ലേടോ, താൻ എന്നെ ചതിച്ചിട്ടില്ല എല്ലേടോ എന്ന് പറയുമ്പോഴേക്കും ആകാശ് സ്റ്റെപ്പിന്റെ മുകളിലായിട്ടോട്ട് കയറി നിൽക്കുന്ന സ്റ്റെപ്പിൽ നിന്ന് നമ്മുടെ ആകാശിനെ പിടിച്ച് വലിച്ച് നിലത്തേക്ക് ഇറക്കുകയാണ്. എന്നിട്ട് കഴുത്തിന് കയറി പിടിച്ച് പറയുന്നുണ്ട് രചന, കഴിഞ്ഞ പ്രാവശ്യം എന്റെ മോനെ വണ്ടി ഇടിച്ചപ്പോഴേക്കും താൻ പറഞ്ഞു അതേതോ വേറൊരു വണ്ടിയാണ് ഇടിച്ചതെന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എനിക്ക് സംശയം ഉണ്ടായിരുന്നു തന്നെ, പക്ഷെ താൻ ആ വണ്ടിയുടെ നമ്പർ മാറ്റി എന്നെ കാണിച്ചപ്പോ ഞാൻ അതിൽ വിശ്വസിച്ചു പോയി. അല്ലെങ്കിലും എനിക്ക് പലവട്ടം സംശയം ഉണ്ടായിരുന്നു, കാരണം അതൊരു ആക്സിഡന്റ് അല്ലെന്ന് തീർക്കാനായിട്ട് തനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ ധൃതി. മനസ്സിലായടോ? സത്യങ്ങളൊക്കെ മനസ്സിലായി. തന്റെ വണ്ടി തന്നെയാണ് എന്റെ മോനെ അന്ന് ഇടിച്ചിട്ടത്. ഇല്ല രചന, ഇതാരോ നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ പച്ചക്കള്ളം രചന, നിന്റെ അടുത്ത് ആരാ മൈ ഡാർലിംഗ് പറഞ്ഞത്? അതാരെങ്കിലും ആവട്ടെ, അത് അല്ലല്ലോ ഇവിടെ ഞാൻ ചോദിച്ചൊരു ഉത്തരം. സത്യം പറ ആകാശ്, നിന്റെ വണ്ടിയല്ലേ അന്ന് ഇടിച്ചത്? സത്യം പറയില്ലെങ്കിൽ ഞാൻ സൈബർ സെല്ലിൽ കേസ് കൊടുക്കും, പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും ഞാൻ എന്നൊക്കെ പറയാണ്. രചന കൂൾ ഡൗൺ, ഞാൻ പറയാം. അന്ന് ഞാൻ ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ആദ്യം തട്ടിത്തെറിപ്പിക്കണോ വെച്ച് ചെയ്തതല്ല. എന്തിലും ഒന്നിലും വണ്ടി ഇടിച്ച പോലെ എനിക്ക് തോന്നി. പക്ഷെ ആ ഒരു മദ്യത്തിന്റെ ലഹരിയിൽ ഞാൻ അതൊന്നും ഓർത്തില്ല, പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിച്ചുമില്ല. കഴിഞ്ഞ ദിവസം പോലീസുകാർ വന്നപ്പോഴാണോ ഞാൻ സത്യം അറിഞ്ഞത്. എന്റെ കാറാണ് ആദ്യം ഇടിച്ചെന്നുള്ള സത്യം. താനും ആദ്യം ഇതറിഞ്ഞ എന്നെ വെറുക്കുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ നമ്പർ പ്ലേറ്റ് മാറ്റി തന്നെ കാണിച്ചത്. അല്ലാതെ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല രചന. ഇല്ലെങ്കിലും ആദ്യം തന്റെ മാത്രം മകനല്ലല്ലോ, എന്റെയും കൂടി മകനല്ലേ രചന എന്ന് പറയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആകാശ് ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. എന്നിട്ട് അവൻ എവിടെയാണെന്ന് അന്വേഷിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും ആകാശ് കാണിച്ചില്ല. അവൻ മിസ്സിംഗ് ആണെന്ന് ആകാശിന് മനസ്സിലായി. എന്നിട്ട് ആകാശ് അന്വേഷിച്ചായിരുന്നോ? അന്വേഷിച്ചായിരുന്നു രചന, ഞാൻ ഒരുപാട് അന്വേഷിച്ചു അല്ലെ? എന്തിനാണ് ആകാശ് ഇങ്ങനെ കള്ളത്തിന് മുകളിൽ കള്ളം പറഞ്ഞത്? ആകാശ് എന്നെ മുതലെടുക്കുമായിരുന്നു. ആകാശിന് മഹേഷിനെ ജയിക്കണം, അതിനുവേണ്ടി മാത്രമാണ് എന്നെ എന്റെ മോനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ചിപ്പിനെയും അതിനുവേണ്ടി തന്നെ ഉപയോഗിച്ചു, പക്ഷെ അവൾ എന്തോ രക്ഷപ്പെട്ടു എന്ന് പറയാണ്. എന്തായാലും എനിക്ക് ആകാശിന്റെ സ്വഭാവം എല്ലാം തന്നെ മനസ്സിലായി. നിങ്ങളുടെ സർവീസ് ഞാൻ ഈ സെക്കൻഡ് ഇവിടെ അവസാനിപ്പിക്കാം. ഞാൻ എന്റെ മകനായിട്ട് ഈ സെക്കൻഡ് ഇവിടെ നിന്ന് പോകുവാണ്. രചന, നീ എവിടേക്കാ പോകുന്നത്? നോക്കി രചന, ഇത് ശരിയല്ലോ, ഞാൻ ആകെ തോറ്റുപോകും. അതെ, താൻ തോൽക്കും, അത് മാത്രമേ തനിക്ക്, അല്ലാതെ ഞാൻ എന്താകുമെന്നോ എന്റെ ജീവിതം എന്താണെന്നോ ഒന്നും തനിക്ക് വിചാരമില്ല. ഇത്രയും വർഷം നിങ്ങളുടെ കൂടെ ഞാൻ ഇറങ്ങി വന്നിട്ട് ഇത്രയും നാളിനിടക്ക് നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയോ? ഇല്ല. അതാ പറഞ്ഞ, നിങ്ങൾക്ക് എന്നെ ഒരു ഭാര്യയായിട്ടല്ല വേണ്ടത്, സത്യം പറഞ്ഞ ഒരു വെപ്പാട്ടിയായിട്ട്. അതിനുവേണ്ടി മാത്രമാണ് നിങ്ങൾ എന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയാണ്. രചന, നീ എന്തൊക്കെയാ പറഞ്ഞത്? എന്താ അതല്ലേ സത്യം എന്ന് ചോദിക്കുകയാണ്. എന്തായാലും ഇനി ഒന്നും പറയും വേണ്ട, ചെയ്യും വേണ്ട. ഇത് ഞാൻ ഒരിക്കലും സഹിക്കില്ല ആകാശ്, കാരണം നീ തൊട്ടത് എന്റെ മകനെയാണ്. ആദി ഇറങ്ങി വന്നേ, നമുക്ക് ഇവിടുന്ന് പോകാം. ആദ്യം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ അമ്മ, നമുക്ക് ഇവിടുന്ന് പോകാന്നോ? എങ്ങോട്ടേക്ക്? അപ്പൊ ആകാശ് പറയണ്ട, ആദി മോനെ, നിന്റെ അമ്മ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോഴേക്കും, ഒരു തെറ്റിദ്ധാരണയില്ല മോനെ, നീ ഇപ്പൊ എന്റെ കൂടെ വരണം. നീ എന്റെ കൂടെ വരുന്നോ അതോ നീ ഈ ആകാശങ്ങളുടെ കൂടെ ഇവിടെ നിൽക്കുവാണോ? ഞാൻ എന്റെ അമ്മയുടെ കൂടെ വരും, അമ്മ വിളിച്ചാൽ ഞാൻ എവിടേക്ക് വേണമെങ്കിലും വരും, എങ്കിൽ നീ ഇപ്പൊ തന്നെ എന്റെ കൂടെ വരണം എന്ന് പറയാണ്. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ആദ്യം ആ തോക്കും കൂടി ആയിട്ടാണ് കേട്ടോ ഇറങ്ങണത്. രചനക്കാണെങ്കിൽ എവിടെ പോണെന്ന് അറിയില്ല. തൽക്കാലത്തേക്ക് ഒരു ഫ്ലാറ്റിലേക്ക് മാറുവാണ് രചന. പക്ഷെ മഹേഷിനെ ഭയങ്കരമായിട്ട് രചനക്ക് മിസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും കേട്ടോ. മഹേഷ് ആയിട്ടുള്ള ജീവിതം എന്ത് സന്തോഷമായിരുന്നു. പണം ഇല്ലെന്നൊരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തന്നെ മക്കളെയൊക്കെ പൊന്നു പോലെയാണ് മഹേഷ് നോക്കിയിരുന്നത്. തന്നെ രാജകുമാരനെ പോലെ നോക്കിയിരുന്നു, കൈവെള്ളയെ വെച്ച് നോക്കിയിരുന്നു. എന്തൊരു സ്നേഹമായിരുന്നു മഹേഷിന്. അന്നൊക്കെ മഹേഷ് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. ഇപ്പോഴാണ് മഹേഷ് കുറച്ചൊന്ന് ഹാർഡ് ആയത്. എല്ലാത്തിനും കാരണം താൻ തന്നെയാണ്. സത്യം പറഞ്ഞാൽ മഹേഷ് തന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. തന്റെ രണ്ട് മക്കളുടെ അമ്മ മഹേഷിന്റെ രണ്ട് മക്കളുടെ അമ്മ താനാണല്ലോ. അതുകൊണ്ട് ഒരിക്കലും മഹേഷിനെ രചനയെ സ്നേഹിക്കാൻ സാധിക്കില്ല. രചനയെക്കാളും കൂടുതൽ എന്നെയായിരിക്കും മഹേഷ് സ്നേഹിക്കുന്നുണ്ടാവാ. മഹേഷിന്റെ അടുത്തേക്ക് പോയാലോ, മഹേഷിനെ തീർച്ചയായിട്ടും സ്വീകരിക്കും എന്നൊക്കെ രചന മനസ്സിൽ വിചാരിക്കാട്ടോ. അങ്ങനെ മഹേഷിനെ ഫോൺ വിളിക്കുകയാണ് രചന. ഹലോ, എന്താ ചോദിക്കുമ്പോഴേക്കും, എനിക്ക് മഹേഷിനെ കാണുമായിരുന്നു. എന്തിനാ കാണുന്നത്? എനിക്ക് നിങ്ങളെ കാണാൻ താല്പര്യമില്ല. പ്ലീസ് മഹേഷ്, ഞാൻ പറഞ്ഞത് നമ്മുടെ രണ്ടുപേരുടെ പേഴ്സണൽ ആയിട്ടൊരു കാര്യം സംസാരിക്കാനായിട്ടാ. നമ്മുടെ രണ്ടുപേരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം, അങ്ങനത്തെ ഒരു കാര്യം സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല രചന.
പേഴ്സണൽ കാര്യം എന്ന് ഉദ്ദേശിക്കുന്നത് ആദിയുടെ കാര്യമാണ്. അവൻ നമ്മുടെ രണ്ടുപേരുടെ പേഴ്സണൽ വിഷയം തന്നെയാണല്ലോ. ആദിയുടെ കാര്യം എന്താ രചനക്ക് സംസാരിക്കാനുള്ളത്? അതൊക്കെ സംസാരിക്കാനുണ്ട്. ഞാൻ പറയുന്ന സ്ഥലത്ത് മഹേഷിന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. സത്യമായിട്ടും ആദിയുടെ കാര്യം പറയാനായിട്ടാണോ അതോ ഇതിന് പിന്നിൽ വേറെ എന്തെങ്കിലും ചതിക്കുഴി ഉണ്ടോ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ, ഇല്ല മഹേഷ്, സത്യമായിട്ടും ആദിയുടെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ്. എനിക്ക് ആദിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. എന്തായാലും ആകാശിന്റെ അടുത്തേക്ക് ഞാൻ അവനെ വിടത്തില്ല ഇനി. ഒന്നില്ലെങ്കിൽ മഹേഷ്, അല്ലെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ആദിയുടെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. മഹേഷ് ഒരു കാര്യം ചെയ്യും, ഇന്ന സ്ഥലത്ത് വരാൻ വേണ്ടി പറയാണ്. അങ്ങനെ മഹേഷ് രചന പറഞ്ഞ സ്ഥലത്തേക്ക് മഹേഷ് പോണ ആദിയുടെ കാര്യം സംസാരിക്കാനായിട്ട്. രചന പറയണ്ട്, എനിക്ക് ഒരുപാട് തെറ്റുപറ്റി, മഹേഷിനെ ചതിച്ചിട്ട് ഞാൻ ആകാശിന്റെ കൂടെ പോയതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ്. അത് ഞാനിപ്പോ മനസ്സിലാക്കുന്നു. പക്ഷെ ഞാനിപ്പോ സംസാരിക്കാൻ വിളിച്ചത് ചിപ്പിക്കും ആദിക്കും വേണ്ടിയിട്ടാണ്. ചിപ്പി ഇപ്പൊ മഹേഷിന്റെ വീട്ടിൽ സേഫ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ അവൻ ശരിക്കും പറഞ്ഞാൽ മഹേഷിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. മഹേഷിന് അത് അറിയില്ലാനിട്ടാ. മഹേഷ് വേറൊരു പെണ്ണെ കല്യാണം കഴിച്ചുകൊണ്ട് മാത്രമാണ് അവൻ നിങ്ങളെ വെറുക്കണത്. ഇഷിതനെ എപ്പ മഹേഷ് ഉപേക്ഷിക്കണോ അന്ന് ആദി മഹേഷിനെ സ്നേഹിക്കും. അത് ഞാൻ തരുന്ന ഉറപ്പാണ്. അപ്പോഴേക്കും മഹേഷ് ഒരിക്കൽ പറയുന്നുണ്ട്, അപ്പൊ അതിനുവേണ്ടി ആദിക്ക് വേണ്ടി ഞാൻ ഇപ്പൊ കല്യാണം കഴിച്ച ഭാര്യനെ ഉപേക്ഷിക്കണം എന്നാണോ രചന നീ പറയണത്? നിങ്ങൾക്ക് മകനാണ്, നിങ്ങളുടെ ചോരയിൽ പിറന്ന മകനാണ് വലുതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷിതേനെ ഉപേക്ഷിക്കണം, ആദിനെ സ്വീകരിക്കണം എന്ന് പറയണം. പക്ഷെ രചനയുടെ ഉള്ളിൽ ആദിനെ സ്വീകരിക്കുകയാണെങ്കിൽ പതുക്കെ തനിക്കും അവിടെ സ്ഥാനം നേടാലോ, അതാണ് ഉദ്ദേശം. അങ്ങനെ മഹേഷ് അവിടെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അതിന്റെ എന്തോ തെളിവാണ് ഇഷിതക്ക് കിട്ടണത്. ഇഷിത ഒരു വേസ്റ്റ് ബിന്നിൽ ഒരു പേപ്പർ എന്തോ എടുക്കുന്നില്ല, അത് ഇതിന്റെ എന്തെങ്കിലുമൊക്കെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും. അതാണ് പിന്നെയും ഇഷിതയും മഹേഷും തെറ്റാനുള്ള കാരണം. എന്തായാലും രചന വീണ്ടും മഹേഷിന്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറാൻ വേണ്ടി നോക്കുന്നു കേട്ടോ. അത് വേറെ എങ്ങനെയല്ല, അതായത് നമ്മുടെ ഇഷിതയുടെ മനസ്സിൽ ഉണ്ടാവണം എപ്പോഴും രചനനെ മതി മഹേഷിന് രചന ഇല്ലാതെ ഒരു ജീവിതമില്ല. മഹേഷിന്റെ മനസ്സിൽ ഇപ്പോഴും ഭാര്യയായിട്ട് രചനയാണ്. ആ ഒരു തെറ്റിദ്ധാരണ അത് ഇഷിതയുടെ മനസ്സിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷിത മഹേഷിന് ഇട്ടേച്ചും പോകുന്നു രചനക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഇഷിതയുടെ മനസ്സിലേക്ക് താനും മഹേഷും തമ്മിലൊരു ബന്ധമുണ്ട്, ഇപ്പോഴും സ്നേഹബന്ധം ഉണ്ടെന്ന് തെളിയിക്കണം. അതിനെ വേണ്ടിയിട്ടാണ് കേട്ടോ രചന ഇനി ശ്രമിക്കണം. അതിനു വേണ്ടി പല കളികൾ രചന കളിക്കുന്നുണ്ട്. അതിലേറെ കുറെയൊക്കെ വിജയിക്കുകയും ചെയ്യും. അതുകൊണ്ടാണല്ലോ ഇഷിത വീണ്ടും പിണങ്ങി പോണത്. അങ്ങനെ മഹേഷ്, അതായത് ഇഷിത വരുന്ന സമയത്തൊക്കെ മഹേഷായിട്ട് കൂടുതൽ എടുക്കാൻ വേണ്ടി രചന നോക്കും. തനിക്ക് തന്റെ രണ്ട് പിള്ളേരുടെയും അച്ഛൻ വേണം, തന്റെ രണ്ട് പിള്ളേർക്കും അച്ഛനും വേണം അമ്മയും വേണം. ഇവിടെ ഇപ്പോ ആകെ അധികപ്പെട്ടിട്ടുള്ളത് ഇഷിത മാത്രമാണ്. ഇഷിത പോവാണെങ്കിൽ തീർച്ചയായിട്ടും തനിക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടും എന്ന് രചന തീരുമാനിക്കണം. അതിനെ വേണ്ടിയിട്ടാണ് രചന അടുത്ത കളികൾ കളിക്കണത് കേട്ടോ. പക്ഷെ ആകാശ് അങ്ങനെ ഇങ്ങനൊന്നും രചനനെ വിടില്ല. ആകാശിന് രചന ഇല്ലാതെ പറ്റില്ല. അത് വെപ്പാട്ടി ആയിട്ടാണോ അത് സെറ്റപ്പ് ആയിട്ടാണോ ഒന്നും അറിയത്തില്ല. എന്തായാലും രചനയുടെ പുറകിൽ ആകാശ് ഒരുപാട് നടക്കുന്നുണ്ട്. തിരിച്ചു വരണം, ഞാൻ തോറ്റുപോകും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു വരുത്തുന്നുണ്ട്. രചന വീണ്ടും ആകാശിനടുത്ത് പോട്ടെ. കുറച്ച് കഴിയുമ്പോഴേക്ക് രചന വീണ്ടും ആകാശിനടുത്ത് പോകുന്നുണ്ട്. പക്ഷെ ആകാശിനെ പൂർണ്ണമായിട്ട് വെറുക്കണത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശും വേറൊരു പെണ്ണും തമ്മിലുള്ള ബന്ധം നമ്മുടെ രചന കണ്ണുകൊണ്ട് കാണും. അന്നാണ് ആകാശിനെ ശരിക്കും പൂർണ്ണമായിട്ട് രചന ഒഴിവാക്കണേ കേട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.